ഹായ് ഫ്രണ്ട്സ്, SSC പരീക്ഷ, RRB പരീക്ഷ, FC പരീക്ഷ എഴുതുന്ന അങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സർഡ് അഥവാ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് ഓഫ് 7 + 4 √ 3 + റൂട്ട് ഓഫ് 19 - 8 √ 3 ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 16 + 6 √ 7 + റൂട്ട് ഓഫ് 23 - 8 √ 7 എന്നൊരു ചോദ്യമാണ്. കണ്ടാൽ ഗംഭീരമാണ്. 1-2 സ്റ്റെപ്പുകളൊന്നും ഇത് നിൽക്കത്തുമില്ല. നമുക്കറിയാം, ഇങ്ങനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തന്നെ ഇതൊരു ഇറാഷണൽ നമ്പറാണ്, അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് താഴെ മേളിലും ഗുണിക്കുകയൊക്കെയാണ്. ഞാനിവിടെ സ്പേസ് തികയാത്തതുകൊണ്ട് ഞാനത് എഴുതുന്നില്ല. അതിന് പകരം മറ്റൊരു മാർഗം നമുക്ക് സ്വീകരിക്കാം. റൂട്ട് ഓഫ് 7 + 4 √ 3a നമുക്ക് x + y ആയിട്ടൊക്കെ അസ്യൂം ചെയ്ത് സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്, അങ്ങനെ x² + y² കിട്ടും, 2xy കിട്ടും, അങ്ങനെയൊക്കെ എഴുതി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അതും പാട് തന്നെയാണ്. എന്നാൽ എത്ര സെക്കൻഡ്സ് ഇതിന് ഷോർട്ട് കട്ടിന് വേണ്ടി എടുക്കുന്നു നിങ്ങൾ നോക്കുക. റൂട്ട് ഓഫ് 7 + 4 √ 3യുടെ വാല്യൂ എഴുതാൻ വളരെ ലളിതമായ ഒരു സ്റ്റെപ്പ് മതിയാകും. 4ന്റെ പകുതി എടുക്കുക, 2, നടുക്കുള്ള സൈൻ എഴുതുക, √+√3 അതേപടി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായി. ഒന്നുകൂടെ, 4ന്റെ പകുതി എഴുതുക, നടുക്കുള്ള ചിഹ്നം എഴുതുക, √3 എഴുതുക. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടി. ഇനി ഇതിൻ്റെ മൊത്തത്തിൻ്റെ ഉത്തരം എഴുതാൻ എത്ര സെക്കൻഡ് എടുക്കുന്നു നിങ്ങൾ നോക്കുക. നോക്കുക, എന്നോടൊപ്പം പോവുക. 4ന്റെ പകുതി 2, നടുക്കുള്ള ചിഹ്നം +√3 അതുപോലെ, അടുത്ത ചിഹ്നം പ്ലസ് ഇവിടുത്തെയാണ്. 8ന്റെ പകുതി 4, നടുക്കുള്ള സൈൻ -√3 അതേപടി, ഹോൾ ഡിവൈഡഡ് ബൈ 6ന്റെ പകുതി 3, നടുക്കുള്ള സൈൻ +√7 അതുപോലെ തന്നെ പ്ലസ് 8ന്റെ പകുതി 4, നടുക്കുള്ള സൈൻ എന്ന് പറയുന്നത് -√7 അതുപോലെ തന്നെയാണ്. ഇനി +√3 -√3 +√7 -√7, 2 + 4 6 ആണ്, 3 + 4 7. ആൻസർ ഈസ് 6/7. എത്ര സമയം നമ്മൾ എടുത്തു? സിമ്പിൾ. ഇനി വേണമെങ്കിൽ നമ്മളിങ്ങനെ എഴുതി നമ്മൾ 7ന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ വേണ്ട. 2ന്റെ സ്ക്വയർ 4, √3ന്റെ സ്ക്വയർ 3, 4 + 3 7 ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, സമയമില്ലേ നോക്കിയും വേണ്ട. അതുപോലെ തന്നെ 4ന്റെ സ്ക്വയർ 16 ആണ്, -√3ന്റെ സ്ക്വയർ +3 ആണ്, 16 + 3 19 കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുക, 3ന്റെ സ്ക്വയർ 9, 7 16 ആണ്, 4ന്റെ സ്ക്വയർ 16, 7 23 ആണ്. അതൊന്നും നമ്മൾ ആൻസർ എഴുതി ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ഈ വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥി നോക്കാം, ചിലപ്പോൾ അവർക്കൊരു സംശയം തോന്നാം, അയ്യോ ഈ 7ന് എന്താ പിന്നെ പ്രാധാന്യമെന്ന് ഒരു ചോദ്യം വരാം. അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ബൈ.